റാട്ടുകളുടെ താളത്തിലുള്ള ശബ്ദവും കയറിന്റെ മണവും കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കൊച്ചി ദർബാർ ഹാളിലെ ദി ആർട്ട് ഗാലറിയിലെ പ്രദർശനം. പഴയ കാലവും പ്രകൃതിയും മനുഷ്യരുമെല്ലാം പുനരാവിഷ്കരിക്കുകയാണ് കൊല്ലം സ്വദേശിനി സ്മിത എം ബാബു. ധാരാളം പേരാണ് പ്രദർശനം കാണാൻ ഇവിടെ എത്തുന്നത്. പാക്കളം, അതാണ് സ്മിത തൻ്റെ പ്രദർശനത്തിന് നൽകിയ പേര്. അതിനൊരു കാരണമുണ്ട്. തെക്കൻ കേരളത്തിൽ കയറുപിരിക്കുന്ന തൊഴിലിടങ്ങൾ പാക്കളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് വളർന്ന സ്മിതയ്ക്ക് സ്വാഭാവികമായും കയറുപിരിക്കുന്ന കാഴ്ചകൾ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എറണാകുളം ലളിതകലാ അക്കാദമിയുടെ ദർബാർ ഹാൾ ദ ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ പ്രദർശനം അത്തരം ചില ഓർമ്മകളെ വിളിച്ചോതുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് അഷ്ടമുടിക്കായലിൻ്റെ തീരമാണ്. അപ്പോൾ അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് പണ്ട് ഒരു സമയത്ത് അവിടുത്തെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കയർവിരിയായിരുന്നു. അപ്പോൾ ആ കയർവിരി, ആ തൊഴിലാളികളുടെ അവരുടെ വിയർപ്പ് വീണ മണ്ണും അവിടുത്തെ മനുഷ്യരും അവരുടെ തുണ്ടടിയുടെയും റാട്ടിൻ്റെയും ശബ്ദം കേട്ടിട്ടാണ്, അതാണ് നമ്മുടെ ഉള്ളിൽ വേരൂന്നി നിൽക്കുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ മറ്റ് പക്ഷികളുടെ ജീവജാലങ്ങളുടെ ഒക്കെ ശബ്ദത്തിനോടൊപ്പം ഇത് ഞങ്ങൾ സ്ഥിരം അതിനോട് ലയിച്ച് ഈ താളവും ഞങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലാണ് സ്മിത തൻ്റെ കലാപഠനം പൂർത്തിയാക്കിയത്. ആർട്ടിസ്റ്റായ RB ഷിജിത്താണ് ജീവിത പങ്കാളി. ഈ ദമ്പതികൾ ഇപ്പോൾ മലയാളികൾക്ക് പരിചിതരാണ്. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയായ പത്മകുമാറിന്റെ രേഖാചിത്രം വരച്ചത് ഇവരാണ്. കൊല്ലം നീരാവിലെ സ്വദേശിയായ സ്മിത അവിടുത്തെ പ്രകാശ് കലാകേന്ദ്രത്തിലെ സജീവ പ്രവർത്തകയാണ്. നാടകത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളും പ്രദർശനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.